നമസ്കാരം, ഏവർക്കും ലിലു പ്രേംസ് കോർണറിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ വീട്ടിലെ ട്യൂബറോസിനെ കുറിച്ചാണ്. ട്യൂബറോസ് എന്ന് പറയുന്നത് നല്ല മണമുള്ള ഒരു പുഷ്പമാണ്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം പോളിയന്തസ് ട്യൂബറോസ എന്നാണ്. മലയാളത്തിൽ തന്നെ രാത്രി മണിത്തൂവൽ എന്ന് വിളിക്കാറുണ്ട്. അതിന് കാരണം രാത്രിയിലാണ് ഇതിൻ്റെ സുഗന്ധം ശക്തമായിട്ട് വളരെ അധികം പ്രകടമാകുന്നത്, നമുക്ക് അത് അനുഭവിച്ചറിയാൻ പറ്റുന്നത്. ഇതിൻ്റെ പാതിരാപ്പൂവെന്നും പറയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ നടുന്നത്, ഈ ട്യൂബറോസ് എന്ന് പറയുന്ന ചെടി നടുന്നത് മെയ് മാസം മുതൽ ജൂലൈ വരെയുള്ള മാസങ്ങളിൽ ആണ് ഇത് നടേണ്ടത്. ഇതിന് 60 മുതൽ 120 സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു ബഹുവർഷ സസ്യമാണിത്. ഇതിന് കിഴങ്ങ് വർഗത്തിൽപ്പെട്ട വേരാണുള്ളത്. അതുപോലെ എൻ്റെ ഇലകളുടെ പ്രത്യേകത കണ്ടോ, ഇലകൾ നല്ല നീണ്ട ഇലകളാണ് കേട്ടോ. ഇതാണ് കേട്ടോ, നല്ല നീണ്ട ഇലകളാണ് കണ്ടോ, തിന്നായിട്ടുള്ള നല്ല നീണ്ട ഇലകൾ. ഇതിൻ്റെ ഉപയോഗങ്ങളെന്ന് പറയുന്നത്, ഇത് അലങ്കാര ആവശ്യങ്ങൾക്ക്. ഫ്ലവർ കണ്ടോ, ഫ്ലവർ നല്ല മണമാണ്, ഇപ്പോഴും നല്ല മണമുണ്ട്. രാത്രിയിലാണ് ഭയങ്കര മണം, നമുക്ക് നല്ലൊരു മണം നമുക്ക് പകൽ അനുഭവപ്പെടുന്നതിനേക്കാളും കൂടുതൽ രാത്രിയിലാണ് ഇതിൻ്റെ മണം നമുക്ക് നന്നായിട്ട് അറിയാൻ കഴിയുന്നത്. ഇതിൻ്റെ പൂവിൻ്റെ പ്രത്യേകത കണ്ടോ, നല്ല നീളത്തിൽ വന്നിട്ട് അതിൻ്റെ പൂവിൻ്റെ ഇത് പെറ്റൽസ് ഇങ്ങനെ ലാസ്റ്റ് അറ്റത്താണ് വിടർന്ന് നിൽക്കുന്നത് കണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. ഇത് അലങ്കാര ആവശ്യങ്ങൾക്കും സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കാനും ഹാരം കെട്ടാനും വിവാഹങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. നന്നായിട്ട് പരിചരിച്ച് വളർത്തേണ്ട ഒരു സസ്യം കൂടിയാണ് ഈ ട്യൂബറോസ്. പെർഫ്യൂം ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ആയുർവേദത്തിൽ ഇതിന് ചില ഔഷധ ഗുണങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു. സുഗന്ധ തെറാപ്പിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ഗാർഡനിങ്ങിലും ഇത് വളരെ അധികം ഉണ്ട്. എന്നുവെച്ചാൽ ഇതിൻ്റെ എന്താ പറയണ്ടേ, ഉപയോഗം, ഔഷധ ഗുണം, അതിൻ്റെ ഇത് ഒത്തിരി ഇന്ന് കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. ഈ സസ്യത്തിൻ്റെ ഉൽപ്പത്തി മെക്സിക്കോയാണ് ഈ സസ്യത്തിൻ്റെ ഉൽപ്പത്തി. എന്നാൽ ഇന്ന് ഇത് ലോകമെമ്പാടും വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. പുഷ്പശോഭ എങ്ങനെയെന്നാൽ നീണ്ട കാഠിന്യമുള്ള തണ്ടാണ് അതിനുള്ളത്. കാരണം അതിൻ്റെ തണ്ട് കണ്ടോ, വളരെ നീളം ഉണ്ട് കണ്ടോ, വളരെ പൊങ്ങി വന്നിട്ട് നല്ല കട്ടിയുള്ള തണ്ടാണ് ഇതിനുള്ളത്. അതിന് മുകളിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് കൂമ്പാരം പോലെ നമ്മുടെ ഈ പൂക്കളും വെള്ളപ്പൂക്കളും വെളുത്ത നിറത്തിലുള്ള പുഷ്പങ്ങളാണിത് കാണപ്പെടുന്നുണ്ട്. ഇത് കൃഷി ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ കിഴങ്ങ് ഉപയോഗിച്ചാണ് കൂടുതൽ ഇത് കൃഷി ചെയ്യുന്നത്. മണ്ണ് എങ്ങനെയായിരിക്കണമെന്ന് വെച്ചാൽ ജൈവ സസ്യഘടകങ്ങൾ, അതായത് നല്ല വളക്കൂറുള്ള ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണ് ആയിരിക്കണം ഇതിന് വേണ്ടത്. അതുപോലെ തന്നെ വെള്ളം വാർന്നു പോകുന്ന തരത്തിലുള്ള മണ്ണ്, അതായത് കായൽ മണൽ അതാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ ആകുമ്പോൾ അതുകൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ നടണം കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്ത് നടുമ്പോൾ ഈർപ്പം തങ്ങി നിൽക്കാതെ അത് പോകും. ഈർപ്പം തങ്ങി നിൽക്കുകയാണെങ്കിൽ അത് ആ കിഴങ്ങിന് കേടുപാട് സംഭവിക്കും, ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ജലസേചനം എങ്ങനെയാണെന്ന് വെച്ചാൽ, നേരിയ തോതിൽ നമ്മൾ ചെറുതായിട്ട് തുടർച്ച എല്ലാ ദിവസവും വെള്ളം നനച്ചു കൊടുക്കണം. അതായത് കൂടുതൽ വെള്ളം ഏൽക്കുന്നത് കിഴങ്ങിൻ്റെ ചീയൽ രോഗങ്ങൾക്കൊക്കെ കാരണമാകും. നല്ല സൂര്യപ്രകാശം ഈ ചെടിയുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. അതുപോലെ നിറയെ പൂക്കാനും നല്ല സൂര്യപ്രകാശം വേണം. അപ്പോൾ ഇതിനെ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇതിനെ കീടങ്ങളും രോഗങ്ങളും ബാധിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ അതിന് ജൈവ കീടനാശിനി ഉപയോഗിച്ച് നിയന്ത്രിക്കണം. ജൈവ കീടനാശിനിയാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ നല്ല മണ്ണ് ഉപയോഗിച്ചില്ലെങ്കിൽ ആ കിഴങ്ങൊക്കെ പിളർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അതികഠിനമായിട്ടുള്ള മഴയും തണുപ്പൊന്നും ഇതിന് പറ്റത്തില്ല. അതൊക്കെ ഇതിൻ്റെ വളർച്ചയെ ബാധിക്കും. ഇപ്പം നല്ല രാവിലെ മഴ പെയ്തത് കേട്ടോ,
നല്ല മഴ പെയ്തു, വെള്ളത്തുള്ളികളൊക്കെ അതിൽ തങ്ങി നിൽപ്പുണ്ട്. ഭയങ്കര മണമാണ്, നല്ല രസമാണ് കാണാൻ. ഇപ്പോൾ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ മേടിച്ച് നടുക. കണ്ടോ, അതിൻ്റെ ഇലകൾ നല്ല നീളമുള്ള തണ്ട്, അത് നല്ല കട്ടിയുള്ള തണ്ടാണ് കേട്ടോ. പൂക്കൾ. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ ട്യൂബറസിനെ കുറിച്ചുള്ള വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ മേടിച്ച് നിങ്ങളുടെ ഗാർഡനിൽ വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.